സുബഹി മുതൽ മഗ്രിബ് വരെ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് റംസാന്റെ പുണ്യം നുകരാൻ പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇഫ്താറിന്റെ ഈ ഇടവേളയിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കുട്ടിപ്പട്ടുറുമാലിലേക്ക്. ലാമിയ സിൽക്സ് കുട്ടി 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 കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസ്. കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ്. ഇന്നത്തെ മത്സരങ്ങളിലേക്ക്, ഇന്നത്തെ പെർഫോമൻസസിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പരിപാടിയുടെ അവിഭാജ്യ ഘടകമായ നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി കുട്ടിപ്പട്ടുറുമാലിൻ്റെ എല്ലാമായ ഫിറോസ്ക, സ്വാഗതം. നമ്മുടെ പ്രിയ ഗായികയും വിധികർത്താവുമായ സജ്ല. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഒട്ടനവധി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയ ഗായിക ഷബ്നം. എന്നും നമ്മുടെ കുരുന്ന് പ്രതിഭകൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന, പലപ്പോഴും പെർഫോമൻസിലൂടെ ഒരു പക്ഷേ കുട്ടികളുമായി മത്സരിക്കുന്നു എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെയാണ്. ഓർക്കസ്ട്ര ടീം, സ്വാഗതം. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ സമർപ്പണം റൗണ്ടിൽ ആലപ്പുഴയുടെ മണിമുത്തുകളിൽ പൊന്മുത്തായ റംലത്തയ്ക്ക് നല്ലൊരു ഡെഡിക്കേഷനുമായി എത്തുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ നർമ്മദ. ഹായ് നർമ്മദ ചേച്ചി. ഹായ്. സമർപ്പണം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? കള്ളപ്പിള്ളേരി ഏരിയല്ലേ. ആർക്കാ സമർപ്പിക്കുന്നേ? റംലത്ത. രണ്ട് വരി പാടാമോ? നല്ല തേന്മാവിനൊരു തൈ നട്ടു ഞാൻ 18 പൊട്ടിമുളച്ചല്ലോ, പൊട്ടിമുളച്ചു വളർന്നല്ലോ, അതിൽ പൂക്കണ പൂവും കായല്ലോ. നല്ല പാട്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നർമ്മദ, എന്തോ? നർമ്മദയുടെ ഇന്നത്തെ ഡെഡിക്കേഷൻ ആലപ്പുഴയുടെ തന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസിലൊന്നാണ് റംലത്ത, ഐഷത്ത രണ്ടുപേരും. അതിൽ റംലത്തയ്ക്കുള്ള ഡെഡിക്കേഷൻ അല്ലേ? 1960കളുടെ ആദ്യ നാളുകളിൽ മുസ്ലിം സമുദായം തന്നെ പലപ്പോഴും കലയ്ക്കും സംഗീതത്തിനും വിലക്കേർപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ കഥാപ്രസംഗ കലയുമായി തെക്കൻ കേരളത്തിൽ ഉദയം ചെയ്ത കാഥിക തൻ്റെ ഭർത്താവും സംഘത്തിൻ്റെ നേതാവുമായിരുന്ന ശ്രീ അബ്ദുൽ സലാം നൽകിയ പ്രചോദനവും സംഗീതപരമായ അറിവും തുടർന്ന് മാപ്പിളപ്പാട്ടിലെ ഏറ്റവും മികച്ച ഗായികയാകുവാൻ റംല ബീഗത്തിന് പ്രചോദനമായി. 1963 ജമീല എന്ന സാമൂഹിക കഥയുമായി ആലപ്പുഴ കാക്കാഴം പള്ളി അങ്കണത്തിൽ കാഥികയായി അരങ്ങേറിയ റംലത്ത് തുടർന്ന് ബദറുൽ മുനീർ, ഹുസനുൽ ജമാൽ എന്ന കഥയിലൂടെ പ്രിയ കാഥികയായി മാറി. MS ബാബുരാജ്, മുത്തു, കല്യാണസുന്ദരം, ജോസഫ് കൃഷ്ണ തുടങ്ങിയ സംഗീത സംവിധായകരുടെ നിർദ്ദേശത്തിൽ ഹിന്ദുസ്ഥാനി സ്പർശം ഉൾക്കൊണ്ട് പാടിയ ഗ്രാമഫോൺ റെക്കോർഡ് ഗാനങ്ങൾ ഇന്നും മണിമുത്തുകളായി ആസ്വാദകർ മൂളി നടക്കും. ഏത് പാട്ടാ മോള് പാടാൻ പോകുന്നത്? കള്ളപ്പിള്ളേരി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് റെഡിയാണ് പെർഫോം ചെയ്യാൻ. അതെ. അപ്പോൾ നർമ്മദ കുട്ടിക്ക് എല്ലാ വിശ്വസും നേരുന്നു. നന്നായിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല തേന്മാവിനൊരു തൈ നട്ടു ഞാൻ 18 പൊട്ടിമുളച്ചല്ലോ, പൊട്ടിമുളച്ചു വളർന്നല്ലോ, അതിൽ പൂക്കണ പൂവും കായല്ലോ. മാങ്ങാവിലേക്കു തരാം, അത്തേൻ മാങ്ങ പടുത്തിരു
നർമ്മദ, സത്യം പറഞ്ഞാൽ നർമ്മദ ഈ കള്ളപ്പിള്ളേരെ എറിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എന്താണ് ഈ പാട്ട്, എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷനിലാണ്. പിന്നെയാണ് മനസ്സിലായത് മാങ്ങയിലാണ് എറിയരുതെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ എത്ര വെറൈറ്റി മാങ്ങ ഉണ്ടായിരുന്നു? സേലം മാങ്ങ കുറേ പറഞ്ഞില്ലേ, ഏതൊക്കെ ഉണ്ടായിരുന്നു? സേലം ഉണ്ടായിരുന്നു, എണ്ണീലാന്ന്. അപ്പോൾ കുറേ വെറൈറ്റി ഓഫ് മാംഗോയുടെ പേരൊക്കെ പറഞ്ഞു നർമ്മദ. പിന്നെ ശരിക്കും മാംഗോയെ കുറിച്ച് പറയുമ്പോൾ മാങ്ങയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒന്ന് ചെറുതായിട്ടൊരു കൊതി വന്നില്ലേ? അപ്പോൾ നർമ്മദയ്ക്കും ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങിയോ? നമ്മുടെ ജഡ്ജസിനോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു പാട്ടെന്നുള്ളത്. ഫിറോസ്ക, നർമ്മദ മിസ്സിങ്ങിൻ്റെ ആളാണല്ലോ അല്ലേ? ഉമിനീരിറക്കലിൻ്റെയും മിസ്സിങ്ങിൻ്റെയും ഒക്കെ ആളാണ്. എവിടെയെങ്കിലും വന്നു പോകുമെന്ന് എന്തൊരു ഭയമായിരുന്നു പറഞ്ഞു ഞങ്ങൾക്ക്. സത്യമായിട്ട് നല്ല പാടുന്ന കുട്ടികളെല്ലാം പാടുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ, എല്ലാ കുട്ടികളും പാടുമ്പോഴും. അത് നല്ലോണം പാടുന്ന കുട്ടികൾ പാടുമ്പോൾ വല്ലാതെ ഇങ്ങനെ കാണും ഞങ്ങൾ. അവസാനം മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ടല്ലേ, ഒരു മിസ്സിങ് അല്ലേ, ഒന്ന് വിഴുങ്ങി. തുടക്കം സംശയിച്ചു, പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടൊരു ചെറിയ വിഴുങ്ങലും. പക്ഷെ അത് അറിയാതെ നമ്മൾ മനോഹരമായിട്ട് പാടി. ആർക്ക് വേണ്ടിയാണ് പാടിയത്? ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തത്? റംലത്തേക്ക്. നമ്മൾ സുശീല അമ്മയുടെ, ജാനകി അമ്മയുടെ, ചിത്ര ചേച്ചിയുടെ ഒക്കെ ഒരു കളക്ഷൻ വാങ്ങിയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ? അതുപോലെയാണ് റംലത്തയുടെ ഒരു CD മൊത്തമായിട്ട് കേട്ടാൽ, ഒരു വർക്ക് കേട്ടാൽ. പാടി വെച്ച പാട്ടുകളുടെയൊക്കെ ഒരു തലം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഭയങ്കര സിംഗർ തന്നെ പറയണം കേട്ടോ. പിന്നെ മോൾക്കറിയില്ലേ വമ്പുറ്റ ഹംസറലിയല്ല, കേട്ടില്ലേ? പിന്നെ അലിഫ് എന്ന മാണിക്യം, ലാമായ മീമിൽ, റംലത്തയുടെ ഫേമസ് പാട്ടാണ്. പിന്നെ ഓമൽക്കിനാവേ മദീന നിലാവേ കഹീവുമ്മി മേലെ ഒളിവായ നൂറേ ഓമൽക്കിനാവേ. വല്ലാത്തൊരു സിംഗിങ് ആ മോളെ കേട്ടോ. അപ്പോൾ മോള് റംലത്തെ എടുത്ത് പാടി കഥാപ്രസംഗ രംഗത്തേക്ക് ആയിഷത്തെ പോലെ തന്നെ കടന്നു വന്ന കാഥികയും ഗായികയുമാണ് റംലത്ത. മോള് മനോഹരമായിട്ട് പാടി കേട്ടോ. പേടി കൂടാതെ പാടണം കേട്ടോ. ഇപ്പോഴും പേടിച്ചാണ് പാടുന്നത്. പേടി അങ്ങോട്ട് വിടും മോളെ. മോള് നല്ല ടാലൻ്റുള്ള കുട്ടിയല്ലേ, പേടിക്കാതെ പാടുക കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ശബ്നം, എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ കാട്ടിയും കുറച്ചും കൂടെ ഒരു ഫേസിൽ പ്ലസൻസ്, ഒരു ഇത് വന്നിട്ടുണ്ട്. അത്ര ഒരു ഭയങ്കര, മറ്റേത് ഇങ്ങനെ നമുക്ക് കാണുമ്പോഴേ അറിയാം, സ്റ്റേജിൽ വരുമ്പോൾ ഭയങ്കര ടെൻസ്ഡാണ് ഫേസ്. ഇന്ന് കുറച്ചും കൂടെ കുറവായിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ഇതിലും പ്ലസൻ്റായിട്ട്, നല്ല പ്ലസൻ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. വെരി ഗുഡ്, നന്നായിട്ട് പാടി. ഒരു പ്ലസൻറ്റ് ഹാപ്പി ഗോയിങ് സോങ് ആണ്. ഒരു കേൾക്കാനും രസമാണ് നമുക്ക്. പിന്നെ എനിക്ക് മോള് പാടിയതിലൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് നിന്ന് പാടി മോള്. ഹാപ്പി സോങ് ആയിരുന്നു. അപ്പോൾ ഈ കള്ളപ്പിള്ളേരെ എന്നൊക്കെ പറയുമ്പോൾ ഇവരെയൊക്കെ നോക്കിയിട്ട് കള്ളപ്പിള്ളേരെ എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ ലാസ്റ്റ് ഒരു നമ്മുടെ സ്ഥിരം ഉമ്മുനീര്, സാരമില്ല, ഒരെണ്ണല്ലേ വന്നുള്ളൂ, വിട്ട് പോവാണ്. ഇപ്പോൾ ലാസ്റ്റാണ്, ഇനി അത് വരില്ല കേട്ടോ. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു ശബ്നം. നർമ്മദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മാംഗോ ആണോ? ഇഷ്ടമാണ്. അതാണ് ആ ഉമിനീര് വന്നതിനുള്ള കാര്യം അല്ലേ നർമ്മദ? നമുക്ക് നർമ്മദ മാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ജഡ്ജിൻ്റെ അഭിപ്രായം കൂടി ചോദിക്കാനുണ്ട്. സജ്ല. നർമ്മദ, റംലത്താക്കാണല്ലേ സമർപ്പിച്ചിരിക്കുന്നത്? ആയിഷ തന്നെ പോലെ തന്നെ കഥാപ്രസംഗത്തിലൂടെ വന്ന ഒരാളാണ് റംലത്ത. ഏറ്റവും കൂടുതൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന് കല്യാണത്തിന് ശേഷം മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എന്തായാലും വേണം അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു റംലത്തയുടെ ഭർത്താവ് അത്രക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റംലത്താനെ. അതുപോലെ തന്നെ സംഗീതപരമായിട്ടുള്ള വലിയൊരു അറിവും കൊണ്ട് തന്നെ റംലത്ത പ്രശസ്തരായ ഗായകരിൽ ഒരാളാണ് റംലത്ത. പിന്നെ നർമ്മദയുടെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ആ ഒരു ഫേസിൽ മാത്രമല്ല, ഡ്രസ്സിങ്ങിലും ഒക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നർമ്മദ ഇതിനേക്കാളും പാടും. നർമ്മദയ്ക്ക് എനിക്ക് തോന്നിയ കള്ളപ്പിള്ളേരെ ഏറിയല്ലേ, ആ സംഗതികളൊക്കെ കുറച്ചുകൂടെ നന്നാക്കിയിട്ട് പാടാൻ പറ്റും നർമ്മദയ്ക്ക്. നമ്മൾ കേട്ട നർമ്മദയുടെ ആ ഒരു കഴിവ് വെച്ചിട്ട് കുറച്ചുകൂടെ നന്നാക്കാം കേട്ടോ. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാനിങ്ങനെ എഴുതി വെച്ചോ, ഭാഗ്യം എവിടെയും വിഴുങ്ങിയില്ല എന്ന് പറയുമ്പോഴേക്കതാ അവിടെ അത് വിഴുങ്ങിയെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൈക്കൊരു മാറ്റലായിരുന്നു.
അല്ലേ? അതാ ആ ഒരു പ്രശ്നം ആരും പറയണ്ട, മൈക്ക് മാറി എന്നല്ലേ പറയുള്ളൂ അല്ലേ? ഇതൊക്കെ തന്നെയാണ്. ഇനി കുറച്ചുകൂടെ നന്നാക്കാം കേട്ടോ നർമ്മദ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. അപ്പോൾ നർമ്മദ, അത്യാവശ്യം മോശമില്ലാത്ത കമൻസ് അല്ലേ, നല്ല കമൻസ് തന്നെയാണ് ജഡ്ജസ് പറഞ്ഞത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു ടെൻഷൻ നർമ്മദയ്ക്ക് ഉണ്ടായിരുന്നത് അല്ലേ, അതൊക്കെ ജഡ്ജസ് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് എത്രയാണ് എന്ന് ചോദിക്കാം. ഫിറോസ്ക ഓൺ 40, നർമ്മദയ്ക്ക് 39. 39 ഓൺ 40 ആണ് ഫിറോസ്ക നൽകിയിരിക്കുന്നത്. സജ്ല 30-ൽ എത്ര മാർക്കാണ്? 29. 29 ഓൺ 30. ഷബ്നം 29. 29. സോ 97 മാർക്സ്, 97 മാർക്കാണ് നർമ്മദയുടെ ഈ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. എന്തായാലും നർമ്മദ കുട്ടി ഹാപ്പി അല്ലേ? നല്ല മാർക്സ് കിട്ടി. 97 ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല പെർഫോമൻസ് ഇനിയും നമുക്ക് തരിക, ഇതിലും നല്ല പെർഫോമൻസ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, എന്ത് കാര്യമാണ്? പട്ടുമാലിൽ വന്നതിന് ശേഷം എല്ലാ പാട്ടും CH പഠിപ്പിച്ചെന്ന്. CH ആണ് പഠിപ്പിച്ചതെന്ന് അല്ലേ? അപ്പോൾ CH ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. പറഞ്ഞോളൂ, CH കാണുന്നുണ്ടാവും. CH താങ്ക്സ് പറയേ. CHക്കും ഉമ്മയ്ക്കും എൻ്റെ താങ്ക്സ്. ഓക്കെ. അപ്പോൾ സ്മാർട്ടായി നമ്മുടെ നർമ്മദ, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടോ. താങ്ക് യു മോളു, താങ്ക് യു. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിൻ്റെ നോമ്പുകാലം റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു അർഷിദ് കമാൽ. അസ്സലാമു അലൈക്കും അർഷിദക്ക. വലൈക്കും അസ്സലാം അലീന. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? പാരിൽ പ്രഭ തൂകി എന്ന പാട്ടാ പാടാം. രണ്ടിലേയും പാടാമോ? പാടാം. പാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ, പാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ, പുണ്യത്തിൻ പൂക്കാലം വന്നണഞ്ഞു, ഇന്ന് പരിശുദ്ധ റമളാനും വന്നണഞ്ഞു. നല്ല പാട്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അർഷിദേ, ചേച്ചി ചേച്ചി ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയോ? എങ്കിലേ ചോദിക്കൂ. ഉറപ്പാണ്? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അർഷിദിനോട്, നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ പെർഫോമൻസ് കഴിഞ്ഞല്ലോ അർഷിദിൻ്റെ. അപ്പോൾ ഓരോ റൗണ്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അർഷിദിന് എന്താണ് തോന്നാറുള്ളത് സാധാരണ? കുറച്ചും കൂടി സിംഗിങ്ങിൽ ഒന്നും കൂടി നന്നായിട്ടുണ്ട് തോന്നി. നന്നായിട്ടുണ്ട്. ഓരോ റൗണ്ടിലും കുറച്ചുകൂടി പറ്റുന്നുണ്ട് അല്ലേ അർഷിദിനെ കൊണ്ട്? അപ്പം നമ്മുടെ ജഡ്ജസ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതുപോലെ ചെയ്യാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇന്ന് അർഷിദ് ഏത് പാട്ടാണ് പാടുന്നത് നോമ്പുകാലം റൗണ്ടിൽ? പാരിൽ പ്രഭ തൂകി എന്ന പാട്ട്. പാരിൽ പ്രഭ തൂകിയ പാട്ടിനാണ് ഈ വൈറ്റ് എന്താണ് പീസിൻ്റെ കളർ അല്ലേ, വൈറ്റ് കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്തത്. ആരുടെ സെലക്ഷനാണ്? പപ്പ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അർഷിദ്. താങ്ക് യു. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من وأسألك الجنة وأعوذ بك من النار. പാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ, പാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ, പുണ്യത്തിൻ പൂക്കാലം വന്നണഞ്ഞു, ഇന്ന് പരിശുദ്ധ റമളാനും വന്നണഞ്ഞു. പരിപാവനമാകും വസന്തത്തിൻ ദിനങ്ങളെല്ലാം മുത്തഖീങ്ങൾക്കെന്നും അനുഗ്രഹം ഇന്നല്ലേ, അനുഗ്രഹം ഇന്നല്ലേ. പാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ, പാരിൽ പ്രഭ തൂകി
ദീപങ്ങൾ തെളിയുന്ന നേരം സമ്പത്തിൻ കറ നീക്കി പ്രഭ തിങ്ങും നേരം സക്കാത്തിന്റെ ദീപങ്ങൾ തെളിയുന്ന നേരം സമ്പത്തിൻ കറ നീക്കി പ്രഭ തിങ്ങും നേരം 1000 മാസങ്ങൾ അതിലേറെ പുണ്യങ്ങൾ സൂറത്തുൽ ഖദറിലായി അഹദോൻ പറഞ്ഞില്ലേ ആരാവിൻ തീരത്തണയാൻ നാഥനിൽ തേടുന്നു ആ നാളും വന്നു ചേരാൻ ഹൃദയം തുടിക്കുന്നു ആ നാടും വന്നു ചേരാൻ ഹൃദയം തുടിക്കുന്നു സൽഗുണപാതയിൽ ഞങ്ങളെ നിത്യം ചേർക്കണേ സന്മാർഗത്തിൻ വെള്ളി വെളിച്ചം കാട്ടിടണേ കോനേ സൽഗുണപാതയിൽ ഞങ്ങളെ നിത്യം ചേർക്കണേ സന്മാർഗത്തിൻ വെള്ളി വെളിച്ചം കാട്ടിടണേ കോനേ കാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ കാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ പുണ്യത്തിൻ പൂക്കാലം വന്നണഞ്ഞു ഇന്ന് പരിശുദ്ധ റമളാനും വന്നണഞ്ഞു പരിപാവനമാകും വസന്തത്തിൻ ദിനങ്ങളെല്ലാം മുത്തഖീങ്ങൾക്കെന്നും അനുഗ്രഹം ഇന്നല്ലേ അനുഗ്രഹം ഇന്നല്ലേ കാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ കാരിൽ പ്രഭ തൂകി പെരിയോനരുളാലേ പുണ്യത്തിൻ പൂക്കാലം വന്നണഞ്ഞു ഇന്ന് പരിശുദ്ധ റമളാനും വന്നണഞ്ഞു ഇന്ന് പരിശുദ്ധ റമളാനും വന്നണഞ്ഞു ഇന്ന് പരിശുദ്ധ റമളാനും വന്നണഞ്ഞു. ഹർഷിതേ, ചേച്ചി നമ്മുടെ പരിശുദ്ധ റമദാൻ മാസം, അതായത് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തുടങ്ങുന്ന ആ പരിശുദ്ധ റമദാൻ മാസം വന്നണഞ്ഞു എന്ന് പറയുന്ന പാട്ടല്ലേ? അതെ, നന്നായി പാടിയോ ഹർഷിത്? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. പക്ഷേ ഈ പാട്ട് ഞങ്ങൾ അധികം കേട്ടിട്ടില്ലല്ലോ ഹർഷിത്. ഇല്ല, ഓൺ സോങ്ങാ. അതായത് അർഷിത് എഴുതി അല്ല, പിന്നെ ഓൺ സോങ് എന്ന് പറഞ്ഞു. പിന്നെ അർഷിത് നാസർ മേച്ചേരി സാർ എഴുതി ആ അഷ്റഫ് ക ട്യൂൺ ചെയ്തതാ, ഗ്രൂമറായ അഷ്റഫ്. ഓക്കെ ഓൺ സോങ് എന്ന് പറയുന്നത് അർഷിദിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് എഴുതിയ ഒരു സോങ് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, എന്തായാലും അർഷിദിന്റെ ഇന്നത്തെ ഈ പെർഫോമൻസിനെ പറ്റിയുള്ള നമ്മുടെ ജഡ്ജസിന്റെ കമന്റ് ചോദിക്കാം. ഫിറോസ്ക നന്നായി പാടി മോനെ കേട്ടോ. പിന്നെ ഒരു ലോങ് പാട്ടാണ്, വളരെ നീളമുള്ളൊരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് കോറസ് ടീമിനോടാണ്. എനിക്കും പറയാം. അവനും പറയാണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പറഞ്ഞിരിക്കുന്നു, എവിടെ ഓടി രക്ഷപ്പെട്ടു എല്ലാവരും. ഇതാ ഇവിടെയുണ്ട്. പിന്നെ അർഷിത് നന്നായി പാടി മോനെ കേട്ടോ. നല്ല ഡ്രസ്സിങ്. പിന്നെ മോന് അസുഖമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും എവിടേക്കെയോ കിടക്കുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട് അല്ലേ? വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ചില ഭാഗത്ത്, പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ പാടുമ്പോൾ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഗ്രൂമറായ അഷ്റഫിൻ്റെ പാട്ടല്ല, സംഗീത സംവിധായകനായ അഷ്റഫിൻ്റെ പാട്ടാണ് കേട്ടോ. അങ്ങനെ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഗ്രൂമറായിട്ടല്ല നിങ്ങൾക്ക് പാട്ട്. അദ്ദേഹം പാട്ടുകളിൽ ലിറിക്സിന് സംഗീതം കൊടുക്കുന്ന ആളാണ്. ആ സംഗീത സംവിധായകൻ്റെ ഒരു പാട്ട് എടുത്തു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നം നല്ല റോയൽ ഡ്രസ്സിങ് ആട്ടോ, നന്നായിട്ടുണ്ട്. പാട്ടും അസലായി. എനിക്ക് തോന്നിയതേ മോനെ ഒരു അതായത് മോൻ എപ്പോഴും പാടുമ്പം തിങ്സിനൊക്കെ നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇന്ന് പാടിയ സോങ്ങിൽ പല്ലവി തൊട്ടേ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ലാസ്റ്റ് ചരണം വരുന്നവരെ തിങ്സിന് കുറച്ച് ക്ലാരിറ്റി കുറവായിട്ട് ഹെഡ്ഫോണിൽ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് എനിക്ക് തോന്നുന്നു മോന് വയ്യാത്ത ആ ഒരു ഹെൽത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാവാം. നോർമലി അർഷിദ് നല്ല സിംഗറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് തെളിയിച്ചു. അതായത് ലാസ്റ്റ് ചരണത്തിലെ തിങ്സൊക്കെ നന്നായിട്ട് പാടി, നല്ല ക്ലിയറായിട്ട് ഓരോന്ന് പെറുക്കിയെടുക്കാമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ചരണം തിങ്സൊക്കെ പാടി.
ഇപ്പോൾ എന്തായാലും വയ്യാത്തത് കൊണ്ടാണെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് ആ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നി. വേറെ മോൻ്റെ ഭാഗം എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. സജ്ല, എന്താ മോനെ പാട്ടിനെ കുറിച്ച് പറയാൻ? വിരുത്തം സ്റ്റാർട്ട് ചെയ്തു മോന് നന്നായിട്ട് തന്നെ നല്ല വൃത്തിയിൽ വിരുത്തം പാടി. പിന്നെ എനിക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ പല്ലവിയിൽ മോന് വന്നണഞ്ഞു എന്ന് പാടുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ എനിക്ക് എന്താ ഒരു വരി മോന് തീരെ ഒന്ന് നല്ലോണം ഒന്ന് ശരിയാക്കാനുണ്ട്. മുത്തക്കീങ്ങൾക്കെന്നും പല്ലവിയിൽ അത് ഒരു പല്ലവിയിലും ശരിയായിട്ടില്ല കേട്ടോ. പിന്നെ അനുപല്ലവിയിൽ കുറച്ച് വരികളൊക്കെ മോന് കംഫർട്ടബിൾ അല്ല, ചില വരികളൊന്നും. പക്ഷെ ചരണം നല്ല വൃത്തിയായിട്ട് പാടി കേട്ടോ. പിന്നെ കോറസ് എക്സലൻറ്റ് സപ്പോർട്ടായിരുന്നു കോറസ് എല്ലാവരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അർഷിത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അർഷിതേ, എന്തോ അപ്പൊ നല്ല അഭിപ്രായമൊക്കെ കേട്ടു. ഇനി നമുക്ക് നല്ല ആരോഗ്യമുള്ള മാർക്സ് അല്ലേ അർഷിത്? ഇപ്പൊ കുറച്ച് ഓക്കെ, അപ്പൊ നമുക്ക് നല്ല മാർക്സ് നമ്മുടെ ജഡ്ജസ് തരും എന്ന് പ്രതീക്ഷിക്കാം. ഫിറോസ് ഖാൻ 40-ൽ എത്രയാണ്? 38.5. 38.5 on 40. സജ്ല 28.5. 28.5 on 30. സോ ടോട്ടൽ 95.5. 95 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അർഷിത, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലാമിയ സെൽസ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ സമർപ്പണം റൗണ്ടിൽ നല്ലൊരു ഗാനം സമർപ്പിക്കാനായി എത്തുകയാണ് ഒരു കുട്ടിക്കുറുമ്പി, അൽഹന കുട്ടി. നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് പൂപ്പുകുട്ടി. ഹായ്. സമർപ്പണം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണത്? മണവാട്ടി ചിരിച്ചും കൊണ്ടത് പറ്റി. ആർക്കാ സമർപ്പിക്കുന്നത്? MP ഉമ്മൽക്കുട്ടി മാഷി. ഒരു 2 ലൈൻ പാടാമോ? മണവാട്ടി ചിരിച്ചും കൊണ്ട് അതിർപ്പത്തിൽ വീരിയുന്ന വസന്തത്തിൽ പകരുന്ന സുഗന്ധത്തിൽ അലങ്കൃത മലരല്ലേ, മാണിക്ക മരതക പതിച്ചുള്ള മതിലങ്കും മീനുക്കുള്ള മണിമല പുതുമല അണിഞ്ഞും കൊണ്ട് ഇത വരുന്നേ. കൊള്ളാം പൂപ്പിക്കുട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അൽഹന, എന്താ? എനിക്ക് വയ്യ. ഓരോ പ്രാവശ്യം അൽഹന ഇങ്ങനെ വരുമ്പോഴും പുതിയ പുതിയ സ്റ്റൈൽ കോസ്റ്റ്യൂം, മേക്കപ്പ്, അതുപോലെ എന്താണ് ആക്സസറീസ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ആരാണ്? ഉമ്മയാണോ സെലക്ട് ചെയ്യുന്നത്? അല്ല, സ്കൂളിലത്തെ ടീച്ചർ. സ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ. അപ്പോൾ ടീച്ചർ എന്തൊക്കെ പറയും? ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുള്ളൂ? അത് പാട്ട് കേട്ടിട്ട് അഭിപ്രായം പറയുമോ മോളുടെ അടുത്ത്? അഭിപ്രായം പറയാൻ എന്താ പറയാറുള്ളത് സാധാരണ? അങ്ങനെ അഭിപ്രായം പറയും, പക്ഷെ അങ്ങനൊന്നും പറയാറില്ല. എന്തൊന്നും പറയാറില്ല എന്നാണ്. അൽഹനക്കുട്ടി ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? മണവാട്ടി ചിരിച്ചും കൊണ്ട് അതിർപ്പത്തിൽ. മണവാട്ടി ചിരിച്ചും കൊണ്ടെന്നുള്ള പാട്ട് ആരുടെ പാട്ടാണിത്? MP ഉമ്മർകുട്ടി മാഷ്. MP ഉമ്മർകുട്ടി തൻ്റെതായ ശൈലിയിലുള്ള ആലാപനത്തിൽ മുസ്ലിം ഭക്തിഗാനങ്ങളും കല്യാണപ്പാട്ടുകളും തമാശ ഗാനങ്ങളും സാമൂഹിക പ്രസക്തി ഉൾക്കൊള്ളുന്ന ഗാനങ്ങളും എല്ലാം പാടിയ വേറിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു MP ഉമ്മർകുട്ടി എന്ന ഗായകൻ. പ്രാദേശിക നാടകങ്ങളിലൂടെ നടനായിക്കൊണ്ടാണ് 1950കളുടെ ഒടുവിൽ കലാരംഗത്തേക്ക് കടക്കുന്നത്. 1966 കോഴിക്കോട് റേഡിയോ നിലയത്തിലെ ഗായകനായി. 1972 കൊളംബിയ റെക്കോർഡിൽ ലാ മൗജുദില്ലല്ലാഹി എന്ന ഗാനം മാപ്പിളപ്പാട്ട് രംഗത്ത് അദ്ദേഹത്തെ പ്രശസ്തനാക്കി. 1974 കൽക്കത്ത മലയാള സമാജത്തിനു വേണ്ടി ബംഗാൾ ടിവിയിൽ മാപ്പിളപ്പാട്ട് പാടാൻ കഴിഞ്ഞ ഒരേ ഒരു ഗായകൻ ഇദ്ദേഹമാണ്. മുസൽമാൻ എന്ന സിനിമയിലും 1980 തേൻതുള്ളി എന്ന സിനിമയിലും അഭിനയിച്ചു പാടി. അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചു വാവ പാട്ട് പാടാൻ റെഡിയല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളു. താങ്ക് യു. മല
അൽഹനക്കുട്ടി, എന്താ ഇതെന്താ ഇത് തകർത്തല്ലോ. എനിക്ക് സത്യമായിട്ട് ഒരു ബിരിയാണി, നമ്മുടെ നോമ്പുകാലമാണ് പറയാൻ പാടില്ല, പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ പാട്ടും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ബിരിയാണി കഴിക്കണം, നല്ലൊരു മണവാട്ടിക്കുട്ടിയെ കാണണമെന്നങ്ങ് മോഹമായിപ്പോയി. അടിച്ചു പൊളിയായിട്ട് പാടിയില്ലേ അല്ലേ? നല്ല പാട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു അൽഹനക്കുട്ടിയുടെ പാട്ട് എന്നുള്ളത്. ഷബ്നം. തകർത്തു, താങ്ക് യു. ഭയങ്കരമായിരുന്നു, ഒരു ആഘോഷമാക്കി മാറ്റി. ഓർക്കസ്ട്രേഷൻ, അയ്യോ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കരം. മോള് പാടിയതും എന്ത് പറയണ്ടേ, ആ ഒരു പഞ്ചുണ്ടല്ലോ, അതങ്ങനെ കിട്ടുന്നതല്ല മോളെ. ആ ഒരു കറക്റ്റ് ആ വോയിസിൻ്റെ പഞ്ചും ആ ഒരു സ്വീറ്റ്നെസ്സും പ്രസൻസും ഇതെല്ലാത്തിനും പുറമെ ഇതുണ്ടെങ്കിൽ ഇതുള്ള കുട്ടികളുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതൊക്കെയുള്ള കുട്ടികൾ ചിലപ്പോൾ പെർഫോമൻസ്, അതായത് മോള് ലാസ്റ്റ് പാടി വന്ന സമയത്ത് ഇവരെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ, അതങ്ങനെ ഇതെല്ലാം കൂടെ മാച്ചായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഭയങ്കര ഒരു വലിയ ക്ലാപ്പ് കൊടുക്കണം. താങ്ക് യു. ഭയങ്കരമായിട്ട് പാടി, എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഷബ്നം. ഫിറോസ്ക. വലിയൊരാളെ പാട്ടാണ് പാടിയത് കേട്ടോ മോളെ. എനിക്ക് മോൾ ഈ പാട്ട് ഇത് നന്നാവാൻ വേണ്ടി എനിക്കൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? മോൾക്കറിയില്ല കാരണം, ആർക്കും അറിയില്ല കാരണം. ഞാൻ മാപ്പിളപ്പാട്ട് കുട്ടിക്കാലം മുതൽ ഈ പ്രായം വരെ എത്ര വർഷം പാടിയോ ഏറ്റവും കൂടുതൽ വർഷം എന്നെ ആത്മാർത്ഥമായ ഒരു മോനെപ്പോലെ നോക്കി ഒരു 6-7 വർഷം എന്നെ സംഘത്തിൽ സ്ഥിരമായിട്ട് പാടിച്ച പാട്ടുകാരൻ MP ഉമ്മർ കുട്ടിക്കയാണ്. തലശ്ശേരിയിലായിരുന്നു എൻ്റെ ഒരു കാലഘട്ട ജീവിതം. അതായത് പ്രഭാ ടാക്കീസ്, തലശ്ശേരി സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് ദൂരം നടന്നാൽ പ്രഭാ ടാക്കീസ്. ഇപ്പോൾ അവിടെ അതൊന്നുമില്ല. അതിൻ്റെ പുറകിലൊരു വലിയ തറവാടാണ് ഉമ്മർക്കയുടെ. ആ തറവാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മോളിന്ന് എന്തൊക്കെയോ മനസ്സിലായ പോലെ തറവാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മകനെ പോലെയാണ് ഉമ്മർക്ക് നോക്കുക. ഉമ്മർക്കയുടെ മകനും ഫസലും ഞാനും ഒക്കെ ഏകദേശം 1 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഉമ്മർക്കയുടെ കൂടെ കുറേ കാലഘട്ടം ഞാൻ പാടി. SSLC പരീക്ഷയായ സമയത്ത് ഞാൻ നിർത്തുകയാണ്. ഇനി എനിക്ക് പഠിക്കാനുണ്ട് ഉമ്മർക്ക, ഇനി ഉമ്മ വിടില്ല, ഉമ്മ ടീച്ചറായിരുന്നുകൊണ്ട് ഉമ്മ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതുവരെ ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചത് ഉമ്മർക്കയുടെ കൂടെയാണ്. അപ്പോൾ ഉമ്മർക്കയുടെ ഈ ഒരു പാട്ട് മോളെടുത്ത് പാടുമ്പോൾ എനിക്കൊരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു, അത് നന്നാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മോള് നന്നായി പാടി, മനോഹരമായിട്ട് പാടി. പിന്നെ എല്ലാ ഭാഗങ്ങളും ആ പാട്ടിൻ്റെ ഈ പാട്ടിന് ഈ കളർ തന്നെയാണ് മോള് കൊണ്ടുവരേണ്ടത്. ഉമ്മർക്കയുടെ കൂടെ ഇത് പാടിയത്, ഇത് ഡ്യുവറ്റാണ് ശരിക്ക്, ഇത് യുഗ്മഗാനമാണ് മോളെ. ശ്രീപുത്രി എന്ന് പറയുന്ന ഒരു ഗായിക, മദ്രാസ് തമിഴ്നാട്ടുകാരിയാണ് ശ്രീപുത്രി. അവരാണ് ഉമ്മർക്കയുടെ കൂടെ ഈ പാട്ട് പാടിയത്. ഇതൊരു ആഘോഷപ്പാട്ട് തന്നെയാണ്. മോളെ ആഘോഷത്തിൻ്റെ എല്ലാ കളറും കൊണ്ടുവന്നു കേട്ടോ. ആ വാക്കുകൾ അത്ര ഭംഗിയായിട്ട് പറഞ്ഞെടുക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ. നന്നായി പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജ്ല. എന്താണ് ബ്രീത്തിങ് പവർ, ഗുഡ് ആറ്റിറ്റ്യൂഡ്. എന്താണ് തലയിലൊക്കെ മുത്താണോ ഒക്കെ ഉമ്മയാണോ ഒരുക്കി വിട്ടത്? അല്ല, പിന്നെ മുടി കെട്ടണം ചേച്ചിയാണോ? അത് ഉമ്മാക്കല്ല ക്രെഡിറ്റ്. പിന്നെ മോളെ വലിയൊരു ആളുടെ പാട്ട് മോളെടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അപ്പങ്ങളെമ്പാടും. എല്ലാവർക്കും അറിയുന്ന പാട്ടായിരിക്കും ആ പാട്ട്. പിന്നെ ഈ പാട്ട് തന്നെ നോക്കാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത ശൈലിയുള്ള ഒരു പാട്ട് അല്ലേ. എന്തായാലും ഒരു ബ്രീത്തിങ് പവറുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സോങ്സ് എടുത്ത് പാടാൻ പറ്റുള്ളൂ അല്ലേ. അത് മോള് തെളിയിച്ചു, മോൾക്ക് നല്ല ബ്രീത്തിങ് പവർ ഉണ്ടെന്ന് തെളിയിച്ചു, നന്നായിട്ട് പാടി. പിന്നെ ഇനി ഈ പാട്ട് മോൾക്കും എടുത്ത് പാടാം, സ്റ്റേജിലൊക്കെ തിളങ്ങാൻ പറ്റുന്ന പാട്ടാണ്. എനിക്കും ഇഷ്ടം, ഇനി ഞാനും പാടും ഈ പാട്ട്. മോള് പാടിയിട്ട് എനിക്കിഷ്ടമായത്. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളിയായിട്ട് സ്റ്റേജ് ഷോസിലൊക്കെ പാടാം. എനിക്ക് ഈ ഒരു പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടമായി മോളെ. താങ്ക് യു സജ്ല. അപ്പോൾ അൽഹനക്കുട്ടി നല്ല വാക്കുകളാണ് ജഡ്ജസ് 3 പേരും പറഞ്ഞത്. നമുക്കിനി മാർക്ക് ചോദിക്കാം. ഓക്കെ, നല്ല അഭിപ്രായം കേട്ടു, നല്ല മാർക്കും അൽഹനക്കുട്ടി പ്രതീക്ഷിക്കുന്നു. അപ്പം സജ്ല 30-ൽ എത്ര മാർക്കാണ്? മോൾക്ക് 29.5. 29.5 on 30. ഷബ്നം? അൽഹനക്കുട്ടിക്ക് 30 on 30. 30 on 30. ഇനി ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ്? 39.5. സോ 99 മാർക്കാണ് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്ന അൽഹന. അപ്പോൾ അൽഹനക്കുട്ടിയുടെ സൂപ്പർ പെർഫോമൻസിന് സൂപ്പർ മാർക്കാണ് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും ഒരു നല്ല സെലിബ്രേഷൻ മൂഡിലോട്ട് കൊണ്ടുപോയ സോങ്. താങ്ക് യു മോളെ.
നർമ്മദ, അർഷിദ് കമാൽ ആൻഡ് അൽഹന 3 പാർട്ടിസിപ്പൻസും വേദിയിൽ എത്തിയിരിക്കുകയാണ്. സോ 3 പേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അർഷിദ് കമാലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് എങ്കിൽ ക്ലാസിക് മെൻസ് വെയറിൻ്റെ സമ്മാനമായിരിക്കും അർഷിദിന് കിട്ടുക. അങ്കമാലി ക്ലാസിക് മെൻസ് വെയർ ആണ് സ്പോൺസർ ചെയ്യുന്നത്. ഇനി ഈ 2 സുന്ദരി കുട്ടികളിൽ ആരെങ്കിലും ആണെങ്കിൽ ഇവർക്കുള്ള സമ്മാനം പ്രിൻസ് പട്ടുപാവാട എറണാകുളത്തിൻ്റെ വകയാണ്. അപ്പോൾ നമുക്കിനി അറിയണ്ടേ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ആരാണെന്ന്? വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ജഡ്ജും സിംഗറുമൊക്കെയായ ഷബ്നത്തെ. അർഷിദും നർമ്മദയും അൽഹനയും 3 പേരും നല്ല രീതിയിൽ തന്നെ അവർക്ക് പറ്റുന്നതിനെക്കാട്ടിയും മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം. 3 പേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. എങ്കിലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഒരു ആഘോഷം, അതായത് ഒരു എൻജോയ്മെൻ്റ്, ഒരു മാക്സിമം എനർജി നമുക്കെല്ലാവർക്കും പ്രൊമോട്ട് ചെയ്തത് സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് അൽഹന. സോ കൺഗ്രാറ്റുലേഷൻസ് അൽഹന കുട്ടി. അതിലെങ്കും വിരുപ്പുള്ള മണിമല